ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു teachenglish.com. ഏഴാം ക്ലാസ്സിലെ അവസാനത്തെ യൂണിറ്റിലെ ദ യെല്ലോ അംബ്രലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് തുടങ്ങിയവയാണ് ഈ വീഡിയോയിലുള്ളത്. ഇതിലുപയോഗിച്ചിരിക്കുന്നത് AI വോയിസ് ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് കൂടുതൽ വീഡിയോകൾക്കായി ടീച്ച് ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്യുകയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുക. വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുമല്ലോ. Answer the following questions. Why are memories important in our lives? എന്തുകൊണ്ടാണ് ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാവുന്നത്? Memories remind us of our past experiences, both good and bad. They can also influence our feelings and desires. ഓർമ്മകൾ നല്ലതും ചീത്തയുമായ നമ്മുടെ മുൻകാല അനുഭവങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. അവ നമ്മുടെ വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും സ്വാധീനിക്കും. How did Helena Hilario and Mario Peace get the thread for the film? ഹെലന ഹിലാരിയോയ്ക്കും മാരിയോ പെസിനും എങ്ങനെയാണ് ആ സിനിമയുടെ കഥ ലഭിച്ചത്? Hilario's sister visited an orphanage and saw a sad boy who did not care about the toys. When she asked him what he wanted, he said he wanted a yellow umbrella, and she later shared his story with Hilario. ഹിലാരിയോയുടെ സഹോദരി ഒരു അനാഥാലയം സന്ദർശിച്ചപ്പോൾ കളിപ്പാട്ടങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാതെ ദുഃഖിതനായിരിക്കുന്ന ഒരു ആൺകുട്ടിയെ കണ്ടു. എന്താണ് വേണ്ടതെന്ന് അവൾ ചോദിച്ചപ്പോൾ തനിക്ക് ഒരു മഞ്ഞ കുട വേണമെന്ന് അവന് പറഞ്ഞു. ഈ കഥ അവൾ പിന്നീട് ഹിലാരിയോയുമായി പങ്കുവച്ചു. Why did Joseph, the young boy from Palmas, have a special attachment to a yellow umbrella? പൽമാസിൽ നിന്നുള്ള ജോസഫ് എന്ന ബാലന് മഞ്ഞ കുടയോട് ഒരു പ്രത്യേക അടുപ്പമുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ്? The yellow umbrella reminded him of the last time he saw his father. It became a symbol of his hope to reunite with his family. ആ മഞ്ഞകുട അവന് തന്റെ അച്ഛനെ അവസാനമായി കണ്ടതിനെ ഓർമ്മിപ്പിച്ചു. തന്റെ കുടുംബവുമായി വീണ്ടും ഒന്നിക്കാനുള്ള അവന്റെ പ്രതീക്ഷയുടെ പ്രതീകമായി അത് മാറി. Why did Joseph's father leave him at the orphanage? ജോസഫിന്റെ അച്ഛൻ അവനെ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചതെന്തുകൊണ്ടാണ്? He had no job and could not take care of Joseph. അദ്ദേഹത്തിന് ജോലിയില്ലാത്തതിനാല് ജോസഫിനെ പരിപാലിക്കാൻ കഴിഞ്ഞില്ല. He thought the orphanage would give his son a better life. അനാഥാലയം തന്റെ മകന് മെച്ചപ്പെട്ട ജീവിതം നൽകുമെന്ന് അദ്ദേഹം കരുതി. What does this tell us about their situation? ഇത് അവരുടെ അവസ്ഥയെക്കുറിച്ച് നമ്മോട് എന്താണ് പറയുന്നത്? They were very poor and struggling to survive. അവർ വളരെ ദരിദ്രരും അതിജീവിക്കാൻ പാടുപെടുന്നവരുമായിരുന്നു. The father had no choice but to leave his son in the orphanage. മകനെ അനാഥാലയത്തിൽ വിടുകയല്ലാതെ ആ പിതാവിന് മറ്റു മാർഗമില്ലായിരുന്നു. അടുത്തതായി ആക്ടിവിറ്റികളാണ്. 1. Imagine, one day the yellow umbrella spoke to Joseph, "I'm ready to take you anywhere you'd like to go." ഒരു ദിവസം മഞ്ഞക്കുട ജോസഫിനോട് പറഞ്ഞു, നിനക്കിഷ്ടമുള്ള എവിടേക്ക് വേണമെങ്കിലും നിന്നെ കൊണ്ടുപോകാൻ ഞാന് തയ്യാറാണ്. Where do you think he would want to go? അവൻ എവിടെ പോകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇവിടെ 4 തീമുകൾ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു തീമിനെ അടിസ്ഥാനമാക്കി ഒരു കഥ തയ്യാറാക്കാം. ഉത്തരമായി 4 തീമുകളെയും ആസ്പദമാക്കി 4 കഥകൾ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കഥ നിങ്ങൾക്കെഴുതാം. Back to the rainy day. One day, the yellow umbrella spoke to Joseph, "I'm ready to take you anywhere you'd like to go." ഒരു ദിവസം മഞ്ഞക്കുട ജോസഫിനോട് പറഞ്ഞു, നിനക്കിഷ്ടമുള്ള എവിടേക്കും നിന്നെ കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ്. Joseph thought for a moment and said, "Take me back to the rainy day when my father and I walked to the orphanage." ജോസഫ് ഒരു നിമിഷം ആലോചിച്ചു, ഞാനും എന്റെ പിതാവും അനാഥാലയത്തിലേക്ക് നടന്ന മഴയുള്ള ദിവസത്തിലേക്ക് എന്നെ കൊണ്ടുപോകൂ. Suddenly, they were there again, പെട്ടെന്ന് അവർ വീണ്ടും ആ ദിവസത്തിലേക്കെത്തി. walking together under the big yellow umbrella. വലിയ മഞ്ഞ കുടയുടെ കീഴിൽ അവരൊരുമിച്ച് നടന്നു. Joseph felt the rain on his face and heard the splashing of puddles under their feet. ജോസഫിന് തന്റെ മുഖത്ത് മഴ നനയുന്നതനുഭവപ്പെട്ടു. നടക്കുമ്പോൾ അവരുടെ കാലിനടിയിൽ വെള്ളം തെറിക്കുന്ന ശബ്ദം കേട്ടു. His father held his hand tightly, അവന്റെ അച്ഛൻ അവന്റെ കൈ മുറുകെ പിടിച്ചു. and they talked about their hopes and dreams. അവർ അവരുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും കുറിച്ച് സംസാരിച്ചു. Joseph felt a warmth in his heart, knowing that his father loved him very much. തന്റെ അപ്പൻ തന്നെ വളരെയധികം സ്നേഹിക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ജോസഫിന്റെ ഹൃദയത്തിൽ ഒരു ഊഷ്മള അനുഭവപ്പെട്ടു. Even though they had to say goodbye, Joseph cherished this moment.
അവർക്ക് വിട പറയേണ്ടി വന്നെങ്കിലും ജോസഫ് ആ നിമിഷം ആസ്വദിച്ചു. The yellow umbrella had taken him back to a precious memory, മഞ്ഞക്കുട അയാളെ ഒരു അമൂല്യമായ ഓർമ്മയിലേക്ക് തിരികെ കൊണ്ടുപോയി. and he realized that love lasts forever, no matter what. എന്തുതന്നെയായാലും സ്നേഹം എന്നെന്നും നിലനിൽക്കുമെന്ന് അവന് തിരിച്ചറിഞ്ഞു. Visit to his father's homeland, the yellow umbrella asked Joseph, "Where would you like to go?" മഞ്ഞക്കുട ജോസഫിനോട് ചോദിച്ചു, നീ എവിടേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്? Joseph wished to visit the country of his father's origin. തന്റെ പിതാവിന്റെ ജന്മദേശം സന്ദർശിക്കാൻ ജോസഫ് ആഗ്രഹിച്ചു. In an instant, they were in a beautiful country with vibrant markets, delicious food, and friendly people. ഒരു നിമിഷത്തിനുള്ളിൽ സജീവമായ വിപണികളും രുചികരമായ ഭക്ഷണവും സൗഹൃദപരമായ ആളുകളുമുള്ള മനോഹരമായ ഒരു രാജ്യത്ത് അവരെത്തി. Joseph walked through the busy streets, feeling a connection to this place. ജോസഫ് തിരക്കേറിയ തെരുവുകളിലൂടെ നടന്നു. ഈ സ്ഥലവുമായി ഒരു ബന്ധം അവനനുഭവപ്പെട്ടു. He saw the house where his father grew up and met some of his father's old friends. അച്ഛൻ വളർന്ന വീട് കാണുകയും അച്ഛന്റെ പഴയ ചില സുഹൃത്തുക്കളെ കണ്ടുമുട്ടുകയും ചെയ്തു. Joseph learned about his family's traditions and culture. ജോസഫ് തന്റെ കുടുംബത്തിന്റെ പാരമ്പര്യങ്ങളെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും പഠിച്ചു. And he felt proud to be a part of it. അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അവന് അഭിമാനം തോന്നി. He visited landmarks and listened to stories about the past. അവന് അവിടെയുള്ള പ്രധാന സ്ഥലങ്ങൾ സന്ദർശിക്കുകയും പഴയ കഥകൾ കേൾക്കുകയും ചെയ്തു. The yellow umbrella had given him a chance to understand where he came from and to feel close to his father. മഞ്ഞക്കുട അവന് എവിടെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കാനും പിതാവുമായി അടുപ്പം തോന്നാനും അവസരം നൽകി. This visit filled Joseph with a sense of belonging and happiness. ഈ സന്ദർശനം ജോസഫിലെ സന്തോഷവും തനിക്ക് വേണ്ടപ്പെട്ടവരുണ്ടെന്ന ചിന്തയും നിറച്ചു. Visit to a carnival. One day, the yellow umbrella spoke to Joseph, "I'm ready to take you anywhere you'd like to go." ഒരു ദിവസം മഞ്ഞക്കുട ജോസഫിനോട് പറഞ്ഞു, നീ പോകാൻ ആഗ്രഹിക്കുന്നിടത്തെല്ലാം നിന്നെ കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ്. Joseph thought for a moment and said, "Take me to a carnival." ജോസഫ് ഒരു നിമിഷം ആലോചിച്ചു, എന്നെ ഒരു കാർണിവലിലേക്ക് കൊണ്ടുപോകുക. Suddenly, they were at a lively carnival. പെട്ടെന്ന് അവർ സജീവമായ ഒരു കാർണിവലിലെത്തി. The air was filled with the sound of laughter and music. അന്തരീക്ഷം ചിരിയുടെയും സംഗീതത്തിന്റെയും ശബ്ദം കൊണ്ട് നിറഞ്ഞു. Joseph saw colorful stalls, games, and rides. ജോസഫ് വർണ്ണാഭമായ സ്റ്റാളുകളും ഗെയിമുകളും റൈഡുകളും കണ്ടു. He decided to try his luck at a game where you throw rings to win prizes. സമ്മാനങ്ങൾ നേടാൻ മോതിരങ്ങൾ എറിയുന്ന ഒരു ഗെയിമിൽ തന്റെ ഭാഗ്യം പരീക്ഷിക്കാൻ അവന് തീരുമാനിച്ചു. With some effort, he won a small stuffed animal. കുറച്ച് പരിശ്രമത്തിലൂടെ അവൻ സ്റ്റഫ് ചെയ്ത ഒരു ചെറിയ മൃഗത്തെ നേടി. Joseph then went on the Ferris wheel, feeling the excitement as it lifted him high above the carnival. ഫെറിസ് ചക്രത്തിൽ കയറി കാർണിവലിന് മുകളിലേക്ക് ഉയരുമ്പോൾ ജോസഫ് ആവേശഭരിതനായി. From the top, he could see the whole place lit up with bright lights. മുകളിൽ നിന്ന് നോക്കിയാൽ ആ സ്ഥലം മുഴുവന് പ്രകാശിക്കുന്നത് അവന് കാണാമായിരുന്നു. He felt a sense of freedom and joy he hadn't felt in a long time. വളരെക്കാലമായി അനുഭവിച്ചിട്ടില്ലാത്ത സ്വാതന്ത്ര്യവും സന്തോഷവും അവനനുഭവപ്പെട്ടു. As he walked around, he met friendly people who shared cotton candy with him. പിന്നെ അവൻ അവിടെ ചുറ്റിക്കറങ്ങുകയും പലരെയും പരിചയപ്പെടുകയും അവരോടൊപ്പം കോട്ടൺ കാണ്ടി പങ്കിട്ടു കഴിക്കുകയും ചെയ്തു. As the night went on, Joseph knew it was time to leave. രാത്രി ഏറെ കഴിഞ്ഞപ്പോൾ പോകാൻ സമയമായെന്ന് ജോസഫിന് തോന്നി. The yellow umbrella took him back to the orphanage. മഞ്ഞക്കുട അവനെ അനാഥാലയത്തിലേക്ക് തിരികെ കൊണ്ടുപോയി. But the memories of the carnival stayed with him. പക്ഷേ കാർണിവലിന്റെ ഓർമ്മകൾ അവനോടൊപ്പമുണ്ടായിരുന്നു. He realized even in difficult times, there could be moments of happy and fun. പ്രയാസകരമായ സമയങ്ങളിൽ പോലും സന്തോഷത്തിന്റെ നിമിഷങ്ങൾ ഉണ്ടാകാമെന്ന് അവന് തിരിച്ചറിഞ്ഞു. Trip to a beach at sunset. സൂര്യാസ്തമയ സമയത്ത് കടൽത്തീരത്തേക്കൊരു യാത്ര. One day, the yellow umbrella spoke to Joseph, "I'm ready to take you anywhere you'd like to go." ഒരു ദിവസം മഞ്ഞക്കുട ജോസഫിനോട് പറഞ്ഞു, നീ പോകാൻ ആഗ്രഹിക്കുന്നിടത്തെല്ലാം നിന്നെ കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ്. Joseph smiled and said, "Take me to a beautiful beach at sunset." ജോസഫ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു,
സൂര്യാസ്തമയ സമയത്ത് മനോഹരമായ ഒരു കടൽത്തീരത്തേക്ക് എന്നെ കൊണ്ടുപോകുക. In an instant, they were at a serene beach with soft, golden sand. ഒരു നിമിഷത്തിനുള്ളിൽ മൃദുവായ സ്വർണ്ണമണൽ നിറഞ്ഞ ശാന്തമായ ഒരു കടൽത്തീരത്ത് അവരെത്തി. The sky was painted with shades of orange and pink as the sun began to set. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ ആകാശം ഓറഞ്ച്, പിങ്ക് നിറങ്ങളാൽ നിറഞ്ഞു. Joseph walked along the shore, feeling the warm sand between his toes. തന്റെ കാൽവിരലുകൾക്കിടയിലെ മണലിന്റെ ഇളം ചൂടറിഞ്ഞുകൊണ്ട് ജോസഫ് കരയിലൂടെ നടന്നു. He found a spot to sit and watch the waves gently crashing against the shore. തിരമാലകൾ പതുക്കെ കരയിലേക്കടിച്ചു കയറുന്നത് കാണാൻ അവനൊരിടം കണ്ടെത്തി. The sound of the ocean was calming, സമുദ്രത്തിന്റെ ശബ്ദം ശാന്തമായിരുന്നു. and Joseph felt at peace. ജോസഫിന് സമാധാനം തോന്നി. He collected some seashells and built a small sand castle. അവന് കുറച്ച് കടൽഷെല്ലുകൾ ശേഖരിച്ച് ഒരു ചെറിയ മണൽ കോട്ടയുണ്ടാക്കി. A group of seagulls flew by, adding to the beauty of the scene. ഒരു കൂട്ടം കടൽക്കാക്കകൾ പറന്നുവന്നത് രംഗത്തിന്റെ ഭംഗി വർദ്ധിപ്പിച്ചു. As the sun dipped below the horizon, Joseph felt a sense of contentment. സൂര്യൻ ചക്രവാളത്തിനു താഴെ അസ്തമിച്ചപ്പോൾ ജോസഫിന് സംതൃപ്തി തോന്നി. He knew that the yellow umbrella had given him a precious gift, a moment of tranquility and beauty. മഞ്ഞക്കുട തനിക്ക് വിലയേറിയ ഒരു സമ്മാനം നൽകിയെന്ന് അവനറിയാമായിരുന്നു, ശാന്തതയുടെയും സൗന്ദര്യത്തിന്റെയും ഒരു നിമിഷം. When it was time to go back, Joseph returned to the orphanage with a heart full of happy memories. തിരിച്ചുപോകാൻ സമയമായപ്പോൾ സന്തോഷകരമായ ഓർമ്മകൾ നിറഞ്ഞ ഹൃദയവുമായി ജോസഫ് അനാഥാലയത്തിലേക്ക് മടങ്ങി. 2. Here is a letter Joseph wrote to his father, but only the initial part is given. Try to complete it. ജോസഫ് തന്റെ അപ്പനെഴുതിയ ഒരു കത്തിതാ. പക്ഷേ കത്തിന്റെ ആദ്യഭാഗം മാത്രമേ തന്നിട്ടുള്ളൂ. അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. Mercy Home, XYZ Street, date. Dear Dad, hope you're fine, wherever you are. പ്രിയപ്പെട്ട അച്ഛാ, നിങ്ങൾ എവിടെയായിരുന്നാലും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. It's been a long time since we were together. നമ്മൾ പരസ്പരം കണ്ടിട്ട് കുറെ കാലമായി. I miss you a lot, Dad. ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു, അച്ഛാ. I remember a rainy day when we walked under a big yellow umbrella. ഒരു വലിയ മഞ്ഞ കുടയുടെ കീഴിൽ നമ്മൾ നടന്ന ഒരു മഴയുള്ള ദിവസം ഞാനോർക്കുന്നു. It kept us dry as we walked to the orphanage. അനാഥാലയത്തിലേക്ക് നടക്കുമ്പോൾ അത് നമ്മെ മഴയിൽ നിന്നും സംരക്ഷിച്ചു. I held your hand tightly, feeling safe and loved. ഞാൻ നിങ്ങളുടെ കൈമുറുകെ പിടിച്ചപ്പോൾ എനിക്ക് സുരക്ഷിതത്വവും സ്നേഹവും തോന്നി. That yellow umbrella has become a special memory for me. ആ മഞ്ഞക്കുട എനിക്കൊരു പ്രത്യേക ഓർമ്മയായി മാറി. Every time I see it, I think of you and our time together. ഓരോ തവണ കാണുമ്പോഴും ഞാൻ നിങ്ങളെയും നമ്മൾ ഒരുമിച്ചുള്ള സമയത്തെയും കുറിച്ച് ചിന്തിക്കുന്നു. Life at the orphanage is different, but I am doing my best. അനാഥാലയത്തിലെ ജീവിതം വ്യത്യസ്തമാണ്, പക്ഷേ ഞാൻ പരമാവധി ശ്രമിക്കുന്നു. I have made some friends and tried to stay positive. ഞാൻ ചില ചങ്ങാതിമാരെയുണ്ടാക്കുകയും പോസിറ്റീവായി തുടരാൻ ശ്രമിക്കുകയും ചെയ്തു. I hope you are doing well and finding your way. നിങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്നും നിങ്ങളുടെ വഴി കണ്ടെത്തുന്നുണ്ടെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. I hold on to the hope that we will be reunited someday. ഒരു ദിവസം നമ്മൾ വീണ്ടും ഒന്നിക്കുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ഉറച്ചുനിൽക്കുന്നു. Take care, Dad. I love you and think of you every day. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എല്ലാ ദിവസവും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. Love, Joseph. Activity 3. Here is a conversation between Joseph and his friend Gerald in the refugee camp. Write a paragraph about the hardships faced by child refugees. അഭയാർത്ഥി ക്യാമ്പിൽ ജോസഫും സുഹൃത്ത് ജെറാൾഡും തമ്മിലുള്ള സംഭാഷണമിതാ. അടുത്തതായി, കുട്ടികളായ അഭയാർത്ഥികളെ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുക. ആദ്യം താഴെ നൽകിയിരിക്കുന്ന ചാർട്ട് പൂർത്തിയാക്കുക. എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് അഭയാർത്ഥികളായ കുട്ടികൾ നേരിടുന്നത്? A few hints are given below. Lack of shelter, പാർപ്പിടത്തിന്റെ അഭാവം, hunger, വിശപ്പ്, missing family, കുടുംബത്തെ മിസ് ചെയ്യല്, loneliness, ഏകാന്തത, difficulty in education, വിദ്യാഭ്യാസം നേടാനുള്ള ബുദ്ധിമുട്ട്, lack of healthcare. ആരോഗ്യ പരിരക്ഷയുടെ അഭാവം. പാരഗ്രാഫ് എഴുതാം. Child refugees face many difficulties. അഭയാർത്ഥികളായ കുട്ടികൾ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. They often don't have proper shelter. അവർക്ക് പലപ്പോഴും ശരിയായ പാർപ്പിടമില്ലാത്തതിനാൽ ഉറങ്ങാൻ സുരക്ഷിതമായ സ്ഥലമില്ല. So they don't have a safe place to sleep.
They feel hungry often because they don't have enough food. ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാത്തതിനാൽ അവർക്ക് പലപ്പോഴും വിശപ്പനുഭവപ്പെടുന്നു. They miss their families a lot and feel lonely and scared in new places. അവർ അവരുടെ കുടുംബങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു. പുതിയ സ്ഥലങ്ങളിൽ ഏകാന്തതയും ഭയവും അനുഭവപ്പെടുന്നു. Learning is also hard for them because schools in refugee camps are crowded and noisy. അഭയാർത്ഥി ക്യാമ്പുകളിലെ സ്കൂളുകൾ തിരക്കേറിയതും ബഹളമുള്ളതുമായതിനാൽ പഠനവും അവർക്ക് ബുദ്ധിമുട്ടാണ്. They can't always see doctors when they are sick or hurt. അസുഖം വരുമ്പോഴോ പരിക്കേൽക്കുമ്പോഴോ അവർക്ക് എല്ലായ്പ്പോഴും ഡോക്ടർമാരെ കാണാൻ കഴിയില്ല. Despite all these challenges, child refugees are strong and try to help each other, ഈ വെല്ലുവിളികളെല്ലാം ഉണ്ടായിരുന്നിട്ടും ബാല അഭയാർത്ഥികൾ ശക്തരാണ്. hoping for a better future. മെച്ചപ്പെട്ട ഭാവി പ്രതീക്ഷിച്ച് പരസ്പരം സഹായിക്കാൻ ശ്രമിക്കുന്നു. Activity 4. Here is a conversation between Hilario's sister and Joseph when they started distributing toys. Let's complete the conversation. കളിപ്പാട്ടങ്ങൾ വിതരണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഹിലാരിയോയുടെ സഹോദരിയും ജോസഫും തമ്മിലുള്ള സംഭാഷണം ഇവിടെ നൽകുന്നു. നമുക്കീ സംഭാഷണം പൂർത്തിയാക്കാം. Hilario's sister, hello, what should I call you? ഹലോ, ഞാൻ നിങ്ങളെ എന്ത് വിളിക്കണം? Joseph and Joseph. ഞാൻ ജോസഫ്. Hilario's sister, Joseph, why are you not playing with the other children? Don't you like toys? ജോസഫ്, നീയെന്താ മറ്റു കുട്ടികളോടൊപ്പം കളിക്കാത്തത്? കളിപ്പാട്ടങ്ങൾ ഇഷ്ടമല്ലേ? Joseph, I like toys, but I want a yellow umbrella. എനിക്ക് കളിപ്പാട്ടങ്ങൾ ഇഷ്ടമാണ്, പക്ഷേ എനിക്കൊരു മഞ്ഞ കുട വേണം. Hilario's sister, a yellow umbrella? ഒരു മഞ്ഞ കുടയോ? Why do you want that? അതെന്തിനാണ്? Joseph, it reminds me of my dad. He had a yellow umbrella. ജോസഫ്, അത് അച്ഛനെ ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹത്തിന് ഒരു മഞ്ഞ കുടയുണ്ടായിരുന്നു. Hilario's sister, I see. That sounds very special. Thank you for telling me. Joseph. അതെ, അത് വളരെ സ്പെഷ്യലായി തോന്നുന്നു. ഇത് നീ എന്നോട് പറഞ്ഞതിന് നന്ദി, ജോസഫ്. Activity 5. A. Prepare some slogans and messages in connection with World Refugee Day. ലോക അഭയാർത്ഥി ദിനവുമായി ബന്ധപ്പെട്ട് ചില മുദ്രാവാക്യങ്ങളും സന്ദേശങ്ങളും തയ്യാറാക്കുക. Message. Let's be kind to people who had to leave their homes. വീട് വിട്ടിറങ്ങേണ്ടി വന്നവരോട് നമുക്ക് ദയ കാണിക്കാം. Slogan. Stand with refugees. Embrace, empower, include. അഭയാർത്ഥികൾക്കൊപ്പം നിൽക്കുക, അവരെ സ്വീകരിക്കുക, ശാക്തീകരിക്കുക, ഉൾപ്പെടുത്തുക. Message. Show compassion and support for refugees. അഭയാർത്ഥികളോട് അനുകമ്പയും പിന്തുണയും കാണിക്കുക. Slogan. Compassion knows no borders. അനുകമ്പയ്ക്ക് അതിരുകളില്ല. Message. No one leaves home unless they have to. Let's offer them a hand. ആവശ്യമില്ലെങ്കിൽ ആരും വീട്ടിൽ നിന്ന് പുറത്തുപോകില്ല, നമുക്ക് അവർക്കൊരു കൈ നൽകാം. Slogan. Home is a right, not a privilege. വീട് ഒരു അവകാശമാണ്, ഒരു വിശേഷ ഭാഗ്യമല്ല. B. With the help of the slogans and messages you prepared, നിങ്ങൾ തയ്യാറാക്കിയ മുദ്രാവാക്യങ്ങളുടെയും സന്ദേശങ്ങളുടെയും സഹായത്തോടെ design a poster for World Refugee Day. ലോക അഭയാർത്ഥി ദിനത്തിനായി ഒരു പോസ്റ്റർ രൂപകൽപ്പന ചെയ്യുക. ഇവിടെ 2 പോസ്റ്ററുകൾ നൽകിയിട്ടുണ്ട്. ഇതുപോലെയുള്ള ആശയങ്ങൾ ഉൾപ്പെടുത്തി പോസ്റ്റർ നിർമ്മിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ പോസ്റ്റർ നോക്കുക. നമ്മുടെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. ടീച്ച് ഇംഗ്ലീഷ് തേടി വന്ന എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും കാണാം. ബൈ.